Dear students, the last class we have gone through the introduction of microwave engineering. Thereafter, we have seen the history, advantages, disadvantages. So these are the portions we have already gone through. So in today's session, we'll be starting with application of microwave devices. So one of the major application of microwave signal is they are used in communication. Communication means the application which includes satellite, telephonic communication, cellular phone, television, radio broadcast and optical communication. So ഈ പറയുന്ന എല്ലാ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോവേവ് സിഗ്നൽ എന്ന് പറയുന്നത് റഡാർ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് റഡാർ എന്താണ്? റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണ്. സോ ദിസ് ആപ്ലിക്കേഷൻ ഇൻക്ലൂഡ്സ് എയർ ഡിഫൻസ്, കൊളിഷൻ അവോയ്ഡൻസ് എക്സെട്ര. സോ എയർ ട്രാഫിക് കൺട്രോളിനകത്തൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? റഡാർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നാവിഗേഷൻ ആണ്. ഇനി എന്താണ് നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ? ശരിക്കും നാവിഗേഷൻ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് ദ മൂവ്മെന്റ് ഓഫ് വെഹിക്കിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഈ വെഹിക്കിൾ എന്ന് തന്നെ പറയണം എന്നില്ല. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് ദ മൂവ്മെന്റ് ഓഫ് എനി ഒബ്ജക്ട്. ഏതൊരു ഒബ്ജക്റ്റ് ഒരു പൊസിഷനിൽ നിന്നും വേറൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുവാണെങ്കിൽ അത് എന്തോരം ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, അതിന്റെ ലൊക്കേഷൻസും കാര്യങ്ങളും അനലൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നാവിഗേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നാവിഗേഷൻ ആണിത്. ആപ്ലിക്കേഷൻ നമുക്ക് ശരിക്കും ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് നോർമലി നമ്മൾ ഷിപ്സിന്റെ ഓറിയന്റേഷന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്ത് നാവിഗേഷൻ ചെയ്യുന്നത്. ആൻഡ് ദ ഫോർത്ത് ആപ്ലിക്കേഷൻ ഈസ് റിമോട്ട് സെൻസിങ്. നാലാമത്തെ ആപ്ലിക്കേഷൻ ആണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റിമോട്ട് സെൻസിങ്? Remote sensing is a scanning of Earth by satellite or high-flying object in order to obtain information about it. ശരിക്കും നമ്മുടെ ഭൂമിയിലാണുള്ളത്. ഇനി നമ്മുടെ ഭൂമിയുടെ ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ഇമേജസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ സാറ്റലൈറ്റ് ഇമേജസ് കാണാറുണ്ട് അല്ലേ? നമ്മൾ GPS യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ ഈ GPS യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പൊസിഷനിലുള്ള കറസ്പോണ്ടിങ് ഇമേജസ് നമുക്ക് എങ്ങനെയാണ് ശരിക്കും കിട്ടുന്നത്? ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിമോട്ട് ആയിട്ട് ഏതെങ്കിലും സാറ്റലൈറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഈ സാറ്റലൈറ്റ് എന്ത് ചെയ്യാണ്? GPS ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയോ സെറ്റ് ഓഫ് സാറ്റലൈറ്റ്സ് ഉണ്ട്. ഇതിന്റെ ഓർബിറ്റൽസിൽ പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതെന്ത് ചെയ്യും? പല ആംഗിൾസിൽ അതെന്ത് ചെയ്യും? അത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന ഇമേജസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്റ്റഡി ചെയ്യാനും അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന കൺസെപ്റ്റ്സിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? റിമോട്ട് സെൻസിംഗിൽ മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. ഇനി എന്താണ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയമായി കാണും. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് അതിനകത്ത്? മൈക്രോവേവ് ഓവൻസ് വരും, അതേപോലെ മൈക്രോവേവ് ക്ലോത്ത്സ്, ഡ്രയേഴ്സ്. പിന്നെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എടുക്കുവാണെങ്കിൽ ഫ്ലൂയിഡ് ഹീറ്റിംഗ് സിസ്റ്റംസ്, മോയ്സ്ചർ സെൻസേഴ്സ്, ഫുഡ് പ്രിസർവേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് മെഡിക്കൽ ആപ്ലിക്കേഷൻസ്. നോർമലി microwaves are used to measure the concentration of different gases. എക്സാമ്പിൾ MRI സ്കാനിങ്ങിനകത്ത് ഓരോ കറസ്പോണ്ടിങ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ മെഡിക്കൽ ആപ്ലിക്കേഷനകത്ത് വരുന്നതാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് MRI സ്കാനിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഫ്യൂ ആപ്ലിക്കേഷൻസ് മാത്രമേ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ഫ്യൂ ഞാൻ മെൻഷൻ ചെയ്തേ ഉള്ളൂ. സോ what are the applications of microwave engineering? Communication, radar, navigation, remote sensing, domestic and industrial application, and medical applications. So ഓരോന്നും ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം.
Next one, what are the characteristic features of microwaves? The major characteristic features of microwaves is they are having a smaller wavelength. So phase varies rapidly. So മൈക്രോവേവ്സിന്റെ അല്ലെങ്കിൽ മൈക്രോവേവ് സിഗ്നൽസിന്റെ വേവ് ലെങ്ത് വളരെ ചെറുതാണ്. അത് കാരണം അതിന്റെ ഫേസ് റാപ്പിഡ് ആയിട്ട് ചേഞ്ച് ചെയ്യും. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് എ ലാർജർ ബാൻഡ് വിഡ്ത്ത്. വേവ് ലെങ്ത് ചെറുതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇറ്റ് റേഞ്ചസ് ഫ്രം 1 മീറ്റർ ടു 1 മില്ലിമീറ്റർ ആണ്. ഇനി സെക്കൻഡ് വൺ, ദേ ആർ ഹാവിങ് എ ലാർജർ ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമേഷൻ ക്യാരിങ് കപ്പാസിറ്റിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. തേർഡ് വൺ, ഇറ്റ് ഈസ് ഹാവിങ് എ ബെറ്റർ ഡയറക്ടിവിറ്റി. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലോ പവർ റിക്വയർമെന്റ്. എന്തുകൊണ്ട് ലോ പവർ മതി? ആന്റിന സൈസ് ചെറുതാണ്. സോ അത് കാരണം നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യേണ്ട കമ്പോണൻസിന്റെ കപ്പാസിറ്റി കുറച്ച് ഡിക്രീസ്ഡ് ആണ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആണ്. സോ power requirement is very less. These are the major characteristic features of microwave devices or microwave signals. Next topic is microwave system. എന്താണ് ഒരു മൈക്രോവേവ് സിസ്റ്റം എന്ന് പറയുന്നത്? സോ ഈ ഒരു സെറ്റപ്പ് ആണ് ശരിക്കും നമ്മൾ നമ്മുടെ മൈക്രോവേവ് ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോവേവ് ഡിവൈസസിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മൈക്രോവേവ് സിസ്റ്റത്തിന് ഈ പറയുന്ന കമ്പോണൻസ് ആണ് ഉള്ളത്. എ മൈക്രോവേവ് സിസ്റ്റം നോർമലി കൺസിസ്റ്റ് ഓഫ് എ ട്രാൻസിസ്റ്റർ സബ്സിസ്റ്റം. എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ട്രാൻസിസ്റ്റർ സബ്സിസ്റ്റം ഇൻക്ലൂഡിങ് ഒരു ട്രാൻസിസ്റ്റർ സബ്സിസ്റ്റം ഉണ്ട്. ട്രാൻസിസ്റ്റർ സബ്സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് നോക്കാം. വിച്ച് ഇൻക്ലൂഡ്സ് എ മൈക്രോവേവ് ഓസിലേറ്റർ, a microwave oscillator, waveguide and a transmitting antenna. ഒരു ട്രാൻസ്മിറ്റർ സിസ്റ്റം കൺസിഡർ ചെയ്യുവാണെങ്കിൽ എന്തായാലും ഏതൊരു മൈക്രോവേവ് സിസ്റ്റത്തിനകത്ത് ഒരു ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഒരു റിസീവിംഗ് സിസ്റ്റം ഉണ്ട്, ശരിയല്ലേ? അപ്പൊ ഈ പോർഷൻസ് ആയിരിക്കുമല്ലോ എന്തായാലും ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ട്രാൻസ്മിറ്റിംഗ് ഹോൺ ആന്റിന നിങ്ങൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം ഇതാണ് ഇത് ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പോർഷൻ റിസീവിംഗ് ഹോൺ ആന്റിനയാണ്. സോ ദിസ് പോർഷൻ മേ ബി റിസീവിംഗ് സിസ്റ്റം. സോ ഇത് ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റം, ഇത് റിസീവിംഗ് സിസ്റ്റം, പിന്നെ എന്താണ് ഇത് അതിന്റെ കറസ്പോണ്ടിങ് ചാനൽ എന്ന് പറയാം. ഓക്കെ, ഇനി ട്രാൻസ്മിറ്റർ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു മൈക്രോവേവ് സോഴ്സ് ഉണ്ട്, ഒരു വേവ് മീറ്റർ ഉണ്ട്, ഇനി അറ്റനുവേറ്റർ ഉണ്ട്, പിന്നെ എന്താണ് ഒരു ട്രാൻസ്മിറ്റിംഗ് ഹോൺ ആന്റീന ഉണ്ട്. ഓക്കെ, and the receiving system അല്ലെങ്കിൽ receiving antenna system include എന്തൊക്കെ ഉണ്ടാവും? അതിനകത്ത് ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടാവും. ഇതാണ് അതിന്റെ ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ വേവ് ഗൈഡ് എന്നൊക്കെ പറയണത്. പിന്നെ എന്തുണ്ടാവും? റിസീവ് ചെയ്യുന്ന സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ആംപ്ലിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആംപ്ലിഫൈ സെഷൻസ് ഉണ്ടാവും. പിന്നീട് ആ ഡേറ്റ റിസീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസീവിംഗ് ആന്റീന ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് വേവ് ഗൈഡ് ടെർമിനേഷനും ഉണ്ടാവും. ഒന്നുകൂടി പറയാം. ഒരു മൈക്രോവേവ് സിസ്റ്റത്തിനകത്ത് മെയിൻലി 3 സെഷൻസ് ആണുള്ളത്. ഒന്ന് ട്രാൻസ്മിറ്റിംഗ് സെഷൻ, ഒന്ന് റിസീവിംഗ് സെഷൻ, പിന്നെ അതിന്റെ ക്രോസ് ആയിട്ട് എന്തുണ്ടാവും? ചാനൽ ഉണ്ടാവും. ഈ ചാനൽ എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മുടെ വേവ് ഗൈഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഒരു ട്രാൻസ്മിറ്റിംഗ് ആന്റീനയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒരു മൈക്രോവേവ് സോഴ്സ് ഉണ്ടാവും, വേവ് മീറ്റർ ഉണ്ടാവും, കാലിബ്രേറ്റഡ് അറ്റനുവേറ്റർ ഉണ്ടാവും. അറ്റനുവേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്നൽ ലോസ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്തും കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റർ ആണ്. ഓക്കെ, സോ ആ ഒരു ഡിവൈസ് ഉണ്ടാവും. പിന്നെ ട്രാൻസ്മിറ്റിംഗ് ആന്റീന ഉണ്ടാവും. ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ റിസീവ് ചെയ്യാൻ വേണ്ടി റിസീവർ സെഷനിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു റിസീവിംഗ് ആന്റീന ഉണ്ടാവും. ഇനി എന്തുണ്ടാവും? ഇതിനകത്ത് കറസ്പോണ്ടിങ് റിസീവ് ചെയ്യുന്ന വേവ്സിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആംപ്ലിഫയർ സെഷൻ ഉണ്ടാവും. ഇനി ഇതിനകത്തൊരു വേവ് ഗൈഡ് ടെർമിനേഷൻ ഉണ്ടാവും. പിന്നീട് ഈ പറയുന്ന റിസീവ് ചെയ്യുന്ന വേവിനെ നമുക്ക് ഔട്ട്പുട്ടിൽ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും? ഒരു പവർ മീറ്റർ അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഓസിലോസ്കോപ്പ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് മൈക്രോവേവ് സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുന്ന ഏറെക്കുറെ എല്ലാ മൈക്രോവേവ് സിസ്റ്റത്തിന്റെയും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഇത്. ഓക്കെ, നമ്മുടെ ലാബിലും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, മൈക്രോവേവ് ട്രാൻസ്മിഷൻ ലൈൻസ്.
എന്താണ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് നോക്കുകയാണെങ്കിൽ ട്രാൻസ്മിഷൻ ലൈൻസ് ആർ സിംപ്ലി എ കണക്ടേഴ്സ്. They are connectors which transmits energy from one point to another. ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? വെറും കണക്ടേഴ്സ് ആണ്. അതെന്ത് ചെയ്യും? എനർജി ട്രാൻസ്മിറ്റ് ചെയ്യും. ഒരു പൊസിഷനിൽ നിന്നും അടുത്ത പൊസിഷനിലേക്ക് എനർജീനെ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഒരു സാധാരണഗതിയിൽ നമ്മൾ കൺവെൻഷണൽ ഓപ്പൺ വയർ ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മൈക്രോവേവ് ട്രാൻസ്മിഷന് ഈ കൺവെൻഷണൽ ഓപ്പൺ വയർ ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ അല്ല ബിക്കോസ് ഓഫ് ഹൈ റേഡിയേഷൻ ലോസസ്. ഓക്കെ, റേഡിയേഷൻ ലോസ് കൂടുതലായത് കാരണം കൺവെൻഷണൽ ഓപ്പൺ വയർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന് റേഡിയേഷൻ ലോസ് കൂടുതലായത് കാരണം ഇത് മൈക്രോവേവ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന് സ്യൂട്ടബിൾ അല്ല. എന്തുകൊണ്ടാണ് അതിന്റെ റേഡിയേഷൻ ലോസ് കൂടുതൽ? ബിക്കോസ് ഹൈ ഫ്രീക്വൻസി സിഗ്നലിന് വേവ് ലെങ്ത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. വേവ് ലെങ്ത് കുറവായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ട്രാൻസ്മിഷൻ ലൈൻസിന്റെ റേഡിയേഷൻ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ റേഡിയേഷൻ ലോസ് ഇൻക്രീസ് ചെയ്യും. സോ അത് കാരണം കൺവെൻഷണലായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പൺ വയർ ട്രാൻസ്മിഷൻ ലൈൻസ് നമുക്ക് മൈക്രോവേവ് ട്രാൻസ്മിഷനിൽ സ്യൂട്ടബിൾ അല്ല. സോ അത് കാരണം നമ്മൾ മൈക്രോവേവ് ഫ്രീക്വൻസീസിൽ കുറച്ച് സെറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ട്രാൻസ്മിഷൻ ലൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ ദ മൾട്ടി കണ്ടക്ടർ ലൈൻസ്, സിംഗിൾ കണ്ടക്ടർ ലൈൻസ് ആൻഡ് ഓപ്പൺ ബൗണ്ടറി സ്ട്രക്ചേഴ്സ്. ഇതൊക്കെയാണ് നമ്മൾ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ ലൈൻസ്. ഏതൊക്കെയാണ്? മൾട്ടി കണ്ടക്ടർ ലൈൻസ്, സിംഗിൾ കണ്ടക്ടർ ലൈൻസ് ആൻഡ് ഓപ്പൺ ബൗണ്ടറി സ്ട്രക്ചേഴ്സ്. ഇനി എന്തൊക്കെയാണ് ഈ മൾട്ടി കണ്ടക്ടർ ലൈൻസിനകത്ത് സിംഗിൾ കണ്ടക്ടർ ലൈൻസിനകത്തും ഒക്കെ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ്സ് ഒക്കെ തന്നെയാണ്. സോ മൾട്ടി കണ്ടക്ടർ ലൈൻസിനകത്ത് എന്തൊക്കെ വരും? ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് വരും? കോയാക്സൽ ലൈൻസ് വരും, സ്ട്രിപ്പ് ലൈൻസ് വരും, മൈക്രോ സ്ട്രിപ്പ് ലൈൻസ് വരും, സ്ലോട്ട് ലൈൻസ് വരും, കോപ്ലാനാർ ലൈൻസ് വരും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആന്റിനയുടെ കേസിൽ നമ്മൾ പഠിച്ച കൺസെപ്റ്റ്സും കാര്യങ്ങളും ആണ്. ഇനി സിംഗിൾ കണ്ടക്ടർ ലൈൻസിനെയാണ് നമ്മൾ നോർമലി വേവ് ഗൈഡ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഏതൊക്കെ വരും? റെക്ടാംഗുലർ വേവ് ഗൈഡ്, സർക്കുലർ വേവ് ഗൈഡ്, എലിപ്റ്റിക്കൽ വേവ് ഗൈഡ്, സിംഗിൾ റിച്ച്ഡ് വേവ് ഗൈഡ്, ഡബിൾ റിച്ച്ഡ് വേവ് ഗൈഡ്സ് എക്സെട്ര. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് സിംഗിൾ കണ്ടക്ടർ ലൈൻസ്. നമ്മൾ അത് നെയിം ചെയ്ത് പോകുന്നേ ഉള്ളൂ, ഇൻഡെപ്തിലേക്ക് നമ്മൾ അതിനകത്ത് പോകുന്നില്ല. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഓപ്പൺ ബൗണ്ടറി സ്ട്രക്ചേഴ്സ്. അതിനകത്ത് എന്തൊക്കെ വരും? ഡയലക്ട്രിക് റോഡ്സ് വരും, ഓപ്പൺ വേവ് ഗൈഡ്സ് വരും. ഇത്രയൊക്കെയാണ് ഓപ്പൺ ബൗണ്ടറി സ്ട്രക്ചേഴ്സിനകത്ത് വരുന്നത്. ഇനി നമ്മൾ എക്സാമ്പിളിലേക്ക് ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല, ബട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ മൾട്ടി കണ്ടക്ടർ ലൈൻ, സിംഗിൾ കണ്ടക്ടർ ലൈൻ എന്നൊക്കെ പറയുന്ന തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് മൾട്ടി കണ്ടക്ടർ ലൈൻസ്? അതൊരു ട്രാൻസ്മിഷൻ ലൈൻ ആണ് വിച്ച് ഇസ് ഹാവിംഗ് മോർ ദാൻ വൺ കണ്ടക്ടർ, അല്ലേ? സോ ഒന്നിൽ കൂടുതൽ കണ്ടക്ടേഴ്സ് ഉള്ള ട്രാൻസ്മിഷൻ ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? മൾട്ടി കണ്ടക്ടർ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സിംഗിൾ കണ്ടക്ടർ ലൈൻസ് എന്ന് പറയുന്നത്? ഒരു കണ്ടക്ടർ ഉള്ള ഒരു ട്രാൻസ്മിഷൻ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗിൾ കണ്ടക്ടർ ലൈൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഓപ്പൺ ബൗണ്ടറി സ്ട്രക്ചേഴ്സ്. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മൾട്ടി കണ്ടക്ടർ ലൈൻസിനകത്ത് നോർമലി ദേ സപ്പോർട്ട് TEM or quasi-TEM mode of propagation. Okay. Multi-conductor lines normally എന്തൊക്കെ സപ്പോർട്ട് ചെയ്യും? TEM mode of propagation അല്ലെങ്കിൽ quasi-TEM mode of propagation. That means ആ സമയത്ത് HZ-ഉം EZ-ഉം 0 ആയിരിക്കും. Okay. ഇനി സിംഗിൾ കണ്ടക്ടർ ലൈൻസ് അല്ലെങ്കിൽ വേവ് ഗൈഡ്സ്. ഇതിനെ എനിക്ക് വേവ് ഗൈഡ്സ് എന്ന് പറയും. They support only അല്ലെങ്കിൽ single conductor line support only TE or TM mode. മനസ്സിലായല്ലോ? ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് മോഡ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് മോഡ്. ഇത് രണ്ടും മാത്രമേ എന്ത് സപ്പോർട്ട് ചെയ്യുള്ളൂ? സിംഗിൾ കണ്ടക്ടർ ലൈൻസ് സപ്പോർട്ട് ചെയ്യുള്ളൂ. മൾട്ടി കണ്ടക്ടർ ലൈൻസ് ഏതൊക്കെ സപ്പോർട്ട് ചെയ്യും? TEM അല്ലെങ്കിൽ ക്വാസി TEM മോഡ് സപ്പോർട്ട് ചെയ്യും. നോട്ട് ചെയ്തോണം. ഇനി ഓപ്പൺ ബൗണ്ടറി സ്ട്രക്ചേഴ്സ് ശരിക്കും എന്താണ്? As the name indicates, a waveguide that is not entirely enclosed in a metal shielding. ഒരു മെറ്റൽ ഷീൽഡിങ്ങിനകത്ത് ഈ പറയുന്ന വേവ് ഗൈഡിനെ ഞാൻ പ്രിസൈസ് ആയിട്ട് കൊണ്ടിടുന്നില്ല. അങ്ങനെയുള്ള വേവ് ഗൈഡ്സിനെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഓപ്പൺ ബൗണ്ടറി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്.
അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, ഫ്രീ സ്പേസ് ഈസ് ഓൾസോ കൺസിഡർ ആസ് എ കൈൻഡ് ഓഫ് ഓപ്പൺ വേവ് ഗൈഡ് എന്ന് പറയാം. നോർമലി ഇത് സപ്പോർട്ട് ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് TE ആൻഡ് TM മോഡ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഹൈബ്രിഡ് HE മോഡ്. ഓക്കെ, ഹൈബ്രിഡ് HE മോഡ് ആണ് എന്ത് സപ്പോർട്ട് ചെയ്യുന്നത്? ഓപ്പൺ ബൗണ്ടറി സ്ട്രക്ചേഴ്സ് സപ്പോർട്ട് ചെയ്തത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്നുകൂടെ പറയാം. മൾട്ടി കണ്ടക്ടർ ലൈൻസിനകത്ത് ഒറ്റ കണ്ടക്ടേഴ്സേ ഉണ്ടാവുള്ളൂ. എന്തായാലും അത് എന്ത് ചെയ്യും? സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. സോറി, മൾട്ടി കണ്ടക്ടർ ലൈൻസിനകത്ത് ഒന്നിൽ കൂടുതൽ കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അതാണല്ലോ നമ്മൾ ഇവിടെ പറഞ്ഞത്. സോറി, സോ ഒന്നിൽ കൂടുതൽ കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അത് സിഗ്നൽസിനെ എന്ത് ചെയ്യും? ഒരു എൻഡിൽ നിന്നും മറ്റേ എൻഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അത് സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? TEM മോഡ് അല്ലെങ്കിൽ ക്വാസി TEM മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സിംഗിൾ കണ്ടക്ടർ ലൈൻസിനകത്ത് എന്തുണ്ട്? It is having only one conductor to transmit signal from one end to another end, and it support TE or TM mode. രണ്ടും കൂടെ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യില്ല. ഒന്നെങ്കിൽ ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് മോഡ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് മോഡ് എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ ബൗണ്ടറി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ എൻക്ലോസിംഗിനകത്ത് നമ്മൾ അതിനെ കൺഫൈൻ ചെയ്യുന്നില്ല. സോ any free space can be considered as a kind of open waveguide, and it support a combination of TE and TM mode. ഇത്രയാണ് മൈക്രോവേവ് ട്രാൻസ്മിഷൻ ലൈൻസിന്റെ കൺസെപ്റ്റ്സ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് വാക്യൂം ട്യൂബ്സ് അറ്റ് മൈക്രോവേവ് ഫ്രീക്വൻസി. കൺവെൻഷണൽ വാക്യൂം ട്യൂബ്സ് such as triodes, tetrodes and pentodes are less useful sources at frequencies above 1 GHz. സോ നമുക്ക് പണ്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വാക്യൂം ട്യൂബ്സ് ആണ് ട്രയോഡ്സ്, ടെട്രോഡ്സ്, പെന്റോഡ്സ് എന്നൊക്കെ. സോ ഈ പറയുന്ന കൺവെൻഷണൽ വാക്യൂം ട്യൂബ്സ് നമുക്ക് മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. അതിന്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ലീഡ് ഇൻഡക്ടൻസ് ആൻഡ് ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് എഫക്റ്റ്. എന്താണ് ലീഡ് ഇൻഡക്ടൻസ് അല്ലെങ്കിൽ എന്താണ് ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ലീഡ് ഇൻഡക്ടൻസ് അല്ലെങ്കിൽ നമുക്ക് അതിനെ സ്ട്രേ ഇൻഡക്ടൻസ് എന്ന് പറയാം, which indicates the physical construction of the leads. അല്ലെങ്കിൽ ലീഡ് ഇൻഡക്ടൻസ് വരാനുള്ള റീസൺ എന്തായിരിക്കാം? ആ ഒരു പെർട്ടിക്കുലർ ലീഡിന്റെ ഫിസിക്കൽ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പാരാമീറ്റർ വരുന്നത്. ഓക്കെ, ഏറെക്കുറെ ട്രയോഡിന്റെ എല്ലാ എലമെന്റ്സും നമ്മൾ മെറ്റൽസ് വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. എന്നിട്ട് ഈ മെറ്റൽസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡയലക്ട്രിക് വെച്ചിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുവാണ്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം മെറ്റൽസിനെ ഡയലക്ട്രിക്കിൽ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കൺസെപ്റ്റ് വരും? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് വരുമല്ലോ. സോ അത് കാരണം അതിന് എക്രോസ് ആയിട്ട് എന്ത് വരും? കപ്പാസിറ്റൻസ് എക്സിസ്റ്റ് ചെയ്യും ബിറ്റ്വീൻ ദം. ഈ കപ്പാസിറ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് എന്ന് പറയണത്. ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മുടെ ട്രയോഡ്സ് ആണെങ്കിലും ടെട്രോഡ്സ് ആണെങ്കിലും പെന്റോഡ്സ് ആണെങ്കിലും കൺവെൻഷണൽ വാക്യൂം ട്യൂബ്സ് എല്ലാം നമ്മൾ മെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാനുഫാക്ചർ ചെയ്യുന്നത്. അങ്ങനെ മെറ്റൽസ് യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മൾ ആ മെറ്റൽസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും? ഡയലക്ട്രിക് യൂസ് ചെയ്യും. സോ മെറ്റൽ ഡയലക്ട്രിക് മെറ്റൽ എന്ന് പറയുന്ന ഒരു കോംബോ വന്നിട്ട് എന്ത് ഫോം ചെയ്യും? കപ്പാസിറ്റീവ് എഫക്റ്റ് ഫോം ചെയ്യും. സോ ഈ കപ്പാസിറ്റൻസ് കാരണം അതിന് എക്രോസ് ആയിട്ട് ഇലക്ട്രോഡ്സിന് എക്രോസ് ആയിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് ഫോം ചെയ്യും. ഇത് കാരണം ഈ ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് എഫക്റ്റും അതേപോലെ അതിന്റെ ലീഡ്സ് തമ്മിലുള്ള ആ ഫിസിക്കൽ കൺസ്ട്രക്ഷനകത്ത് ഉണ്ടാവുന്ന ലീഡ് ഇൻഡക്ടൻസ് എഫക്റ്റും കാരണം നമ്മുടെ കൺവെൻഷണൽ വാക്യൂം ട്യൂബ്സിന് മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്, ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ട്രാൻസിറ്റ് ടൈം എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ട്രാൻസിറ്റ് ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡിൽ നിന്നും ഇലക്ട്രോൺസ് ആനോഡിലേക്ക് എത്താൻ എടുക്കുന്ന ടൈമിനെയാണ് ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത്? കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ഇലക്ട്രോൺസ് എത്താൻ എടുക്കുന്ന ടൈമാണ് എന്ത്? ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത്. സോ
കൺവെൻഷണൽ വാക്യൂം ട്യൂബിന്റെ കേസിൽ ട്രാൻസിറ്റ് ടൈമിന്റെ എഫക്റ്റ് വന്നിട്ട് ഇതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നുണ്ട്. സോ അത് കാരണം നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. മൈക്രോവേവ് ആപ്ലിക്കേഷനിൽ ഈ പറയുന്ന വാക്യൂം ട്യൂബ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് എന്ന് നോക്കാം. ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റിനകത്ത് ഹയർ ഗെയിൻ നമുക്ക് എപ്പോഴാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് നാരോ ബാൻഡ്വിഡ്ത്ത്. പക്ഷേ നമ്മൾ ഇപ്പം മൈക്രോവേവ് കൺസെപ്റ്റ് ആണ് പറയണത്. മൈക്രോവേവിന്റെ കേസിൽ ബാൻഡ്വിഡ്ത്ത് കുറവാണോ? അല്ലല്ലോ, ബാൻഡ്വിഡ്ത്ത് കൂടുതലെന്നാണ് പറയണത്. എനിവേ ദിസ് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? കാരണം ഒന്ന് കൂടിയാൽ അടുത്ത് കുറയും ഇല്ലേ? ഗെയിൻ കൂടിയാൽ എന്ത് കുറയും? ബാൻഡ്വിഡ്ത്ത് കുറയും. പക്ഷെ മൈക്രോവേവിന്റെ കേസിൽ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹൈ. സോ നമുക്ക് മൈക്രോവേവിനകത്ത് ഈ ബാൻഡ്വിഡ്ത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എന്താണ് സ്കിൻ എഫക്ട്? സ്കിൻ എഫക്ട് എന്ന് പറയുന്നത് ടെൻഡൻസി ഓഫ് high frequency alternating current to flow through the outer layer of conductor is called as skin effect. Normally നമ്മൾ high frequency alternating current എന്നാണ് പറഞ്ഞത്. സോ അത് കാരണം it occurs at higher frequency. Okay. And last limitation is dielectric loss. So ഇത്രയാണ് നമ്മുടെ major limitations of vacuum tubes which occurs at higher frequency. So അത് കാരണം നമുക്ക് ഈ വാക്യൂം ട്യൂബ്സിനെ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല? മൈക്രോവേവ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, വേവ് ഗൈഡ് എന്ന് പറയുന്നത്. സോ ഇനി അങ്ങോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് വേവ് ഗൈഡ് എന്ന് പറയുന്നത്. എന്താണ് വേവ് ഗൈഡ്? സോ ഇതിനകത്ത് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. വേവ് ഗൈഡ് is a hollow metallic tube of uniform cross section which can be either rectangular or circular shape which is used to guide an electromagnetic wave. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നെങ്കിൽ റെക്ടാങ്കുലർ ഓർ സർക്കുലർ ക്രോസ് സെക്ഷനിലുള്ള ഒരു മെറ്റാലിക് ട്യൂബ്, ഹോളോ മെറ്റാലിക് ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയണത്? വേവ് ഗൈഡ് എന്ന് പറയണത്. The electric and magnetic fields are confined to the spaces within the guides. Confined ആണ്, conformed എന്നല്ല, confined. സോ ഈ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് അല്ലെങ്കിൽ വേവ് ഗൈഡിനകത്തുള്ള ഇലക്ട്രിക് ആസ് വെൽ ആസ് മാഗ്നറ്റിക് ഫീൽഡ്സ് എന്ന് പറയുന്നത് എവിടെ തന്നെയാണ് അത് ചെന്നെത്തുന്നത്, കിടക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വേവ് ഗൈഡിനുള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. അത് കാരണം നമുക്ക് റേഡിയേഷൻ കാരണമുള്ള പവർ ലോസ് ഉണ്ടാവില്ല. സോ ദ ഡയലക്ട്രിക് ലോസ് ഇസ് നെഗ്ലിജിബിൾ സിൻസ് ദ വേവ് ഗൈഡ്സ് ആർ യൂഷ്വലി എയർ ഫിൽഡ് ആൻഡ് യൂഷ്വലി മാനുഫാക്ചർഡ് യൂസിങ് കോപ്പർ. സോ ഇതാണ് വേവ് ഗൈഡ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോസിബിൾ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? നോർമലി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ശരിക്കും ഇറ്റ് ഹാപ്പൻസ് ബൈ ദ സക്സസീവ് റിഫ്ലക്ഷൻസ് ഫ്രം ദ ഇന്നർ വാൾ ഓഫ് ദ വേവ് ഗൈഡ്. അതിന്റെ ഇന്നർ വാളിൽ വെച്ചിട്ട്, അതായത് ഒരു വേവ് ഗൈഡ് ഒരു സിലിണ്ടറിക്കൽ വേവ് ഗൈഡ് ആണ്. സോ സ്വാഭാവികമായിട്ട് റാൻഡം ആയിട്ടും ആയിരിക്കും അതിനകത്ത് എന്ത് വരുന്നത്? വേവ്സ് എൻ്റർ ചെയ്യുന്നത്. ഈ വേവ്സ് അതിന്റെ വാൾസിനെ ക്രോസ് ആയിട്ട് കിടന്ന് റിഫ്ലക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് വേവ് ഗൈഡ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി കേറുന്ന വേവ്സ് പല ഡിഫറെന്റ് മോഡ്സിലായിരിക്കും അത് കയറുന്നത്. ഓരോ മോഡ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ഉണ്ടാവും. ഓക്കെ, സോ ഞാനിവിടെ കൺഫൈൻഡ് എന്നാക്കിയിട്ടുണ്ട്. സോ ഇതാണ് കറക്ഷൻ, കൺഫൈൻഡ് ടു സ്പേസസ് ആണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഈ പറയുന്ന വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഡെമോ നോക്കാം. ഇങ്ങനെയാണ്. സോ ഇതാണ് വേവ് ഗൈഡിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് വേവ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ രണ്ട് വാൾസിനെ ക്രോസ് ആയിട്ട് അതെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അതെന്ത് ചെയ്യും? പ്രൊപ്പഗേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദിസ് ഇസ് ഹൗ എ വേവ് propagate in a waveguide. If the frequency of the entered signal is above the cutoff frequency for a given mode, ഓരോ മോഡിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ട്. ഇനി എൻ്റർ ചെയ്യുന്ന വേവിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, എൻ്റർ ചെയ്യുന്ന വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്
ആ മോഡിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാളും മുകളിലാണ് എന്നുണ്ടെങ്കിൽ the electromagnetic energy can be transmitted through this waveguide. Okay, without attenuation. ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും എപ്പോഴാണ് ഇതിനകത്തുള്ള വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഒരു വേവ് ഗൈഡിനകത്തൂടെ എപ്പോഴാണ് വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? ഇതൊരു വേവ് ഗൈഡാണ്. ഈ വേവ് ഗൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഈ വേവ് ഗൈഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ഏതൊരു വേവിനും എന്തുണ്ടാവും? ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടാവും. ഇനി അങ്ങനെയാണെങ്കിൽ ഈ കറസ്പോണ്ടിങ് വേവ് ഗൈഡിന് തന്നെ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടാവും. ഇനി ഈ പെർട്ടിക്കുലർ മോഡ്, ഫോർ എക്സാമ്പിൾ എത്ര മോഡ്സ് ഓഫ് ഓസിലേഷൻ ഉണ്ടാവും? TE മോഡ്, TM മോഡ്, TEM മോഡ് ആണല്ലോ. ഇനി TE 10 അതിൽ തന്നെ 1001 അങ്ങനെയൊക്കെ പല മോഡ്സ് ഓഫ് ഓസിലേഷൻസ് ഉണ്ടാവല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വേവ് എൻ്റർ ചെയ്തത് TE മോഡിലാണെന്ന് വെച്ചോ. ഈ വേവിന്റെ കറസ്പോണ്ടിങ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് മേ ബി അബൌട്ട് 3 ആണെന്ന് വെച്ചോ. 3 ഹെർട്സ് ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് വെച്ചോ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ 3 ഹെർട്സിന് മുകളിലാണ് ഈ വരുന്ന വേവിന്റെ ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ വേവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്തൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എവിടം വരയ്ക്കും? ഒരു ഇഞ്ചിൽ നിന്നും അടുത്ത ഇഞ്ച് വരേക്കും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് അറ്റനുവേഷൻ. എന്താണ് അറ്റനുവേഷൻ? അറ്റനുവേഷൻ എന്ന് പറയുന്നത് സിഗ്നൽ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ്. എന്ത്? അറ്റനുവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റിഡക്ഷൻ ഇൻ സിഗ്നൽ സ്ട്രെങ്ത്. സോ അതില്ലാതെ തന്നെ നമുക്ക് സിഗ്നൽസ് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങേറ്റത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് ഈ എൻ്റർ ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലിന്റെ അല്ലെങ്കിൽ ഈ വേവിന്റെ എനർജി ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ കട്ട് ഓഫിനേക്കാളും താഴെയാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇത് അറ്റനുവേറ്റ് ചെയ്യും. സിഗ്നൽ അറ്റനുവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? സിഗ്നലിന്റെ സ്ട്രെങ്ത് റെഡ്യൂസ്ഡ് ആയി. അങ്ങനെയാണെങ്കിൽ അത്രയും ദൂരം അതെന്ത് ചെയ്യില്ല? ട്രാൻസ്മിറ്റ് ചെയ്യില്ല, പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. ഓക്കെ, സോ ഷോർട്ടർ ഡിസ്റ്റൻസ് മാത്രമേ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ. ഇനി the mode having the lowest cutoff frequency in a particular waveguide is known as dominant mode. So എന്താണ് dominant mode എന്ന് പറയുന്നത്? The mode having the lowest cutoff frequency in a particular waveguide is called as dominant mode. Next one, what are the different types of waveguides? The different types of waveguides are rectangular waveguide and circular waveguide. So rectangular waveguide shape ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Rectangular waveguide corresponding parameters ആണ് കാണിച്ചിരിക്കുന്നത്. It is a hollow metallic tube with a rectangular cross section and it is the most commonly used waveguide. So ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന waveguide ഏതാണ്? rectangular waveguide ആണ്. ഈ റെക്ടാങ്കുലർ വേവ് ഗൈഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് ലെങ്ത് എന്ന് പറയുന്നത് എയും അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ബിയും. ഓക്കെ, ഇനി ഇതാണ് അതിന്റെ എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത്. ആൻഡ് second type of waveguide is a circular waveguide. A circular waveguide is a tubular or circular conductor. ഒരു circular അല്ലെങ്കിൽ ഒരു tubular or cylindrical cross section ആണ്. ഇതാണ് അതിന്റെ ഏകദേശം അതിന്റെ ഫിഗർ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് അതിന്റെ കറസ്പോണ്ടിങ് റേഡിയസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. റേഡിയസ് റേഡിയസ് എന്ന് പറയുന്നത് എ ആണ് അതിന്റെ റേഡിയസ്. അതിന്റെ ഡയമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. 2a എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് XY ആക്സിസ്. So ഒരു വേവ് ഗൈഡ് ഈ സർക്കുലർ ഷേപ്ഡ് ആണ് അതിന്റെ ക്രോസ് സെക്ഷൻ എന്നുണ്ടെങ്കിൽ we will call it a circular waveguide, and if the cross section is of rectangular shape then we will call it as a rectangular waveguide. Now what are the major advantages and disadvantages? One of the major advantages of these waveguides are they are having a greater power handling capacity, lower attenuation for a given cutoff frequency. Cutoff wavelength ആണ്, but still wavelength and frequency are related. What are the major disadvantages? One of the major disadvantages, greater size, hence it is having a higher weight. ഇത്രയാണ് waveguides ന്റെ advantages ഉം disadvantages ഉം.